Today we are celebrating the feast of Saint Euphrasia. Who are the saints? They are the members of the Catholic Church who had lived an exemplary life and become models to the Christian life. Saint Euphrasia belonged to the congregation of Mother of Carmel. She is the first saint in our congregation. Our school is run by the Sisters of CMC. So, it is our privilege to celebrate her feast. She is a saint who is very fond of students. In her biography, we see that students are going to her and getting blessings before the exams. Today also, from heaven she is ready to give blessings to us. So let us be in front of her and ask her intercession for us. Now close your eyes and get ready for the prayer. O God, loving Father, we sincerely thank your great benevolence for the very gift of Saint Euphrasia, who attained sanctity through constant prayer and an ascetic life. Saint Euphrasia, dearly beloved daughter of Mother Mary, we entrust to you, each one of us, Mother Church, and the whole world. Help us to offer our sufferings at the foot of the cross and to progress in life's journey, trusting in divine providence. Teach us to see the kingdom of God and His justice. Guide us to grow in love of God and love of others through prayer and a life of mortification. In all the critical situations of life, especially in this particular need, let us offer all our intentions. Saint Euphrasia, we plead your intercession. Amen. Glory to the God.
മരിച്ചാലും മറക്കാത്ത പ്രാസ്യമേ, വാക്കുപാലിച്ചവൾ വചനാർച്ചിതനേ, മോക്ഷമണാളൻ അരികിലിരിക്കെ ഞങ്ങൾക്കായൊരു വാക്കുമൊഴിയണമേ. മോക്ഷമണാളൻ അരികിലിരിക്കെ ഞങ്ങൾക്കായൊരു വാക്കുമൊഴിയണമേ. പ്രാസ്യമേ കർമ്മലപുത്രി, മുറ്റത്തെ മണമുള്ള മുല്ലപ്പൂവേ, പാലിൽ ഒളിച്ചിന്നും താരകമായി നീ, ആശ്രിതത്തിന്നും ഇടനെഞ്ചു പിടയുന്ന ദുരിതങ്ങളുമായി അരികിലെത്തിയിടുമ്പോൾ കൃപയേകിടണേ. ഇടനെഞ്ചു പിടയുന്ന ദുരിതങ്ങളുമായി അരികിലെത്തിയിടുമ്പോൾ കൃപയേകിടണേ. നിൻ സന്നിധിയിൽ വീണു കീഴുന്ന ഞങ്ങൾക്കായി പ്രിയനോടു പ്രാർത്ഥിക്കണമേ. നിൻ സന്നിധിയിൽ വീണു കീഴുന്ന ഞങ്ങൾക്കായി പ്രിയനോടു പ്രാർത്ഥിക്കണമേ. പ്രാസ്യമേ കർമ്മലപുത്രി, മുറ്റത്തെ മണമുള്ള മുല്ലപ്പൂവേ, പാലിൽ ഒളിച്ചിന്നും താരകമായി നീ, ആശ്രിതത്തിന്നും അത്താണിയായി. പാലിൽ ഒളിച്ചിന്നും താരകമായി നീ, ആശ്രിതത്തിന്നും അത്താണി. സ്നേഹമുള്ളവരെ, ഏവർക്കും വിശുദ്ധ ഏപ്രാസ്യമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ. വിശുദ്ധയുടെ വെൺപ്രഭ വിതറി എല്ലാവർക്കും പ്രാർത്ഥനയുടെ സുഹൃതം പകർന്ന് ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ച വിശുദ്ധയാണ് വിശുദ്ധ ഏപ്രാസ്യമ്മ. സ്നേഹത്തിന്റെ വറ്റാത്ത തടാകമായിരുന്നു അമ്മ. ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹത്തിന്റെ ഉറവെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് എപ്പോഴും ആ അമ്മ സ്നേഹം ചൊല്ലിക്കൊണ്ടിരുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് വിശുദ്ധ ഏപ്രാസ്യ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. അമ്മയുടെ ഓരോ പ്രവൃത്തിയും ദൈവസ്നേഹത്തിന്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളായിരുന്നു. എന്നും ജപമാല മണികളിൽ പരിശുദ്ധ അമ്മയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കുമ്പോഴും അമ്മ ധ്യാനിച്ചത് യേശുവിന്റെ തിരുമുറിവുകളായിരുന്നു. ദിവ്യകാരുണ്യമാകുന്ന സ്നേഹത്തിന്റെ കണ്ണാടി ഹൃദയത്തെ സൂക്ഷിച്ച അമ്മയ്ക്ക് മറ്റുള്ളവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ് അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചിരുന്നു. മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന മധുരമൊഴിയിലൂടെ ചെയ്ത വാഗ്ദാനം വിശുദ്ധ ഏപ്രാസ്യമ്മ ഇന്നും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ നല്ല അമ്മയെ പോലെ എല്ലാവരെയും നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ വിശുദ്ധിയുടെ വെൺപ്രഭ നമ്മുടെ ജീവിത പാതയിൽ എന്നും പ്രകാശം ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പാവനമാം ജീവിതത്താൽ പ്രാർത്ഥിക്കുന്നമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. നന്മ നിറയും ഹൃദയത്താൽ നന്ദിയോടമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. മരിച്ചാലും മറക്കില്ലാട്ടോ.
മരിച്ചാലും മറക്കില്ലാട്ടോ. പാവനമാം ജീവിതത്താൽ പ്രാർത്ഥിക്കും നമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. അമലയാം മാതാവിനരികിൽ ജപമാല ചൊല്ലിയെന്നും ലളിതമായിരുന്ന ജീവിതം. അമലയാം മാതാവിനരികിൽ ജപമാല ചൊല്ലിയെന്നും ലളിതമായിരുന്ന ജീവിതം. ആ സ്നേഹം പങ്കുവച്ചു സോദരോടായമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. പരമസ്നേഹരൂപനരികിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും വിശുദ്ധയാമേ ഉപ്രാസ്യാമേ. ഹൃദയപൂർവം മക്കളെല്ലാം അമ്മയോടായി ചൊല്ലിടുന്നു മരിച്ചാലും മറക്കില്ലാട്ടോ. മരിച്ചാലും